വിളമ്പി വെച്ചത് കഴിക്കാൻ നേരമില്ലാത്ത നേരത്താണ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു അവസ്ഥ. അപ്പോഴാണ് വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി, ഇഞ്ചി ഇത്രയും മുറിച്ച് വെച്ചതിന് ശേഷം കുറച്ച് സോയാ ചങ്ക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്തോട്ടൊരു കുക്കർ വെച്ചതിന് ശേഷം നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ, രണ്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം തന്നെ ഒരുമിച്ചാണ് ഇതിലേക്ക് കൊട്ടിയിട്ടിട്ടുള്ളത്. ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 കപ്പ് കൈമ റൈസാണ് വേവിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് 2.25 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നീട് തമ്മിൽ ചോറ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതുണ്ടെങ്കിൽ ഇത്, അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഏതെങ്കിലും ചേർക്കാം. അരി കഴുകി വെച്ചതും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വിസിൽ ഊരിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അടിപൊളി സ്മെല്ല് തന്നെ നമ്മളെ വീഴ്ത്തിക്കളയും കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ അതിഗംഭീരമാണേ.